റെയിൽവേ ഒരു ജോലി എന്നത് നിങ്ങളുടെ സ്വപ്നമാണ് എങ്കിൽ ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ തീർച്ചയായും കാണാം. കാരണം ഇന്ത്യൻ റെയിൽവേ 3993 ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയുമോ? ഏറ്റവും കൂടുതൽ ഒഴിവുകളേത്? പ്രായപരിധി എത്രയാണ്? പരീക്ഷ എങ്ങനെയാണ്? അവസാന തീയതി എപ്പോഴാണ്? ഇതെല്ലാം ഈ വീഡിയോയിൽ വളരെ ലളിതമായി വിശദീകരിക്കാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമസ്കാരം, വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിലവസരങ്ങളും പുതിയ ജോബ് വേക്കൻസി വിവരങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നേരെ വിഷയത്തിലേക്ക് വരാം. ഇന്ത്യൻ റെയിൽവേ 3993 ഒഴിവുകളിലേക്കാണ് പുതിയ നിയമനം നടത്തുന്നത്. ഇനി ആദ്യം തന്നെ ഈ 3993 ഒഴിവുകൾ ഏതൊക്കെ വിഭാഗത്തിലാണെന്ന് നോക്കാം. വേക്കൻസീസ് ആകെ 3993 ഒഴിവുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ്. സിവിൽ എഞ്ചിനീയറിംഗ് 1638 ഒഴിവുകൾ. അതായത് ആകെ ഒഴിവുകളുടെ വലിയൊരു ഭാഗം സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ്. അടുത്തതായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 1125 ഒഴിവുകൾ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇതൊരു പ്രധാന അവസരമാണ്. അടുത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 599 ഒഴിവുകൾ. അതിനുശേഷം ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് 324 ഒഴിവുകൾ. അവസാനമായി സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ 307 ഒഴിവുകൾ. അങ്ങനെ നോക്കുമ്പോൾ സിവിൽ 1638, മെക്കാനിക്കൽ 1125, ഇലക്ട്രിക്കൽ 599, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് 324, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ 307 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്നത് അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ പ്രകാരം പരിശോധിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആർക്കൊക്കെ അപേക്ഷിക്കാം? ഈ റിക്രൂട്ട്മെൻറ്റിന് ബന്ധപ്പെട്ട വിഷയത്തിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ BE അല്ലെങ്കിൽ BTech യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. പക്ഷേ ഒരു പ്രധാന കാര്യം, അവസാന വർഷ പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് നിങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ റിസൾട്ട് വന്നാൽ മതിയല്ലോ എന്ന് കരുതി അപേക്ഷിക്കാതെ നോട്ടിഫിക്കേഷനിലെ ക്വാളിഫിക്കേഷൻ കൃത്യമായി പരിശോധിക്കണം. യോഗ്യത മാത്രമല്ല, പ്രായപരിധിയും വളരെ പ്രധാനമാണ്. അതിന് നോക്കാം. ഏജ് ലിമിറ്റ് 1/1/2027 തീയതി കണക്കാക്കിയാണ് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അപേക്ഷകരുടെ പ്രായം 18 മുതൽ 33 വയസ്സ് വരെ ആയിരിക്കണം. എന്നാൽ റിസർവ്ഡ് കാറ്റഗറി പ്രായപരിധിയിൽ ഇളവുണ്ട്. SC/ST വിഭാഗത്തിൽ 5 വർഷം വരെ ഇളവ്, OBC/NCL വിഭാഗത്തിന് 3 വർഷം വരെ ഇളവ്. അതായത് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് മാക്സിമം ഏജ് മാറാം. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കാറ്റഗറി, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് റിലാക്സേഷൻ എന്നിവ നോട്ടിഫിക്കേഷൻ ഒരിക്കൽ കൂടി പരിശോധിക്കുക. ഇനി ഈ റിക്രൂട്ട്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. സെലക്ഷൻ എങ്ങനെയാണ്? ഇവിടെ 4 ഘട്ടങ്ങളാണ് പ്രധാനമായും പറയുന്നത്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പ്രധാനമായും 4 ഘട്ടങ്ങളിലൂടെയാണ്. സ്റ്റെപ്പ് 1 CBT-1. ആദ്യ ഘട്ടം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT-1 ആണ്. ഇതൊരു സ്ക്രീനിങ് എക്സാമിനേഷനാണ്. ഇതിലാകെ 100 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ വരുന്നത് മാത്തമാറ്റിക്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് എന്നിവയിൽ നിന്നാണ്. പരീക്ഷാ സമയം 90 മിനിറ്റ്. അതിനാൽ ആദ്യഘട്ടത്തിൽ സ്പീഡിനും വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ CBT-1 മാത്രം മതിയാകില്ല. അടുത്ത ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ചെയ്യണം. സ്റ്റെപ്പ് 2 CBT-2. CBT-1 വിജയിക്കുന്നവരെ CBT-2 പരീക്ഷയ്ക്ക് വിളിക്കും. ഇവിടെ ടെക്നിക്കൽ എബിലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ആകെ 150 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പരീക്ഷാ സമയം 120 മിനിറ്റ്. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അവരുടെ ടെക്നിക്കൽ സബ്ജക്ട്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. സ്റ്റെപ്പ് 3 ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. അടുത്ത ഘട്ടം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള ആവശ്യമായ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പരിശോധിക്കും. അതിനാൽ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ശരിയായി സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. സ്റ്റെപ്പ് 4 മെഡിക്കൽ എക്സാമിനേഷൻ. അവസാനമായി മെഡിക്കൽ എക്സാമിനേഷൻ. റെയിൽവേ നിർദ്ദേശിക്കുന്ന മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനകൾ വിജയിച്ചിരിക്കണം. ഇതിൽ ഐസൈറ്റ് പരിശോധന ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഫിറ്റ്നസ് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് സെലക്ഷൻ പ്രോസസ്സ് എന്നത് എക്സാം മാത്രമല്ല, CBT-1, CBT-2, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിങ്ങനെ ഘട്ടങ്ങളാണ്. ഇനി
ഒരു കാര്യം ചോദിക്കാം, ഈ വേക്കൻസി ആരൊക്കെയാണ് സീരിയസ് ആയി പരിഗണിക്കേണ്ടത്? നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഡിഗ്രി ഉണ്ടോ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ അംഗീകരിച്ച ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടോ? എങ്കിൽ ഈ റിക്രൂട്ട്മെൻറ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഉള്ളവർ പരിശോധിക്കണം. പക്ഷേ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് മാത്രം കൊണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ബ്രാഞ്ച്, ഏജ്, കാറ്റഗറി, മറ്റ് കണ്ടീഷൻസ് എന്നിവ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വെരിഫൈ ചെയ്യണം. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 13 ആണ്. അവസാന ദിവസത്തേക്ക് കാത്തിരുന്ന ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം അവസാന ദിവസങ്ങളിൽ വെബ്സൈറ്റ് ട്രാഫിക്, പേയ്മെൻറ്റ് ഇഷ്യൂസ്, ഡോക്യുമെൻ്റ് അപ്ലോഡ് പ്രോബ്ലംസ് തുടങ്ങിയവ ഉണ്ടായാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവസാന തീയതിക്ക് മുമ്പ് തന്നെ അപേക്ഷ പൂർത്തിയാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ചുരുക്കി നോക്കാം. ആകെ ഒഴിവുകൾ 3993, സിവിൽ എഞ്ചിനീയറിംഗ് 1638, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 1125, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 599, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് 324, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ 307. പ്രായപരിധി 18 മുതൽ 33 വയസ്സ് വരെ. SC/ST 5 വർഷ ഇളവ്, OBC 3 വർഷ ഇളവ്. യോഗ്യത ബന്ധപ്പെട്ട 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, BE, BTech. സെലക്ഷൻ CBT1, CBT2, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. അപേക്ഷയുടെ അവസാന തീയതി സെപ്റ്റംബർ 13. ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ ഏത് എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്? സിവിലാണോ, മെക്കാനിക്കലാണോ, ഇലക്ട്രിക്കലാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷനാണോ? കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എഴുതൂ. ഈ റെയിൽവേ റിക്രൂട്ട്മെൻറ്റിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. കഴിയുന്നത്ര വേഗത്തിൽ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കും. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള കേരള ആൻഡ് ഇന്ത്യ ജോബ് വേക്കൻസീസ് അപ്ഡേറ്റ് സ്ഥിരമായി ലഭിക്കാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഈ അവസരം ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ തൊഴിലവസരവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.